അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോയത്. വ്യൂ പോയിന്റ് അടിപൊളിയായിരുന്നു. നമ്മളൊരു ഈവനിങ് ടൈമിലാണ് പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് താഴേക്ക് പോന്നിട്ട് ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ടായിരുന്നു. അവിടേക്കാണ് നമ്മൾ പോയത് കേട്ടോ. അവിടെ അടിപൊളിയായിരുന്നു. ഒരു ഫ്ലവർ ലവറാണ് നിങ്ങളെങ്കിലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു പ്ലേസാണിത്. ഈ ഒരു ഫ്ലവറാണ് നമുക്ക് എവിടെ നോക്കിയാലും കൂടുതലായിട്ട് കാണാൻ പറ്റുക. അവിടുത്തെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോടാ, ഫുൾ നമുക്ക് വാങ്ങാൻ തോന്നും. കാരണം അത്രയും അടിപൊളിയാണ് കേട്ടോ. പറിച്ചിട്ട് ഓടാൻ തോന്നും. അപ്പോൾ ഇതൊക്കെ ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ ഞങ്ങൾ വാങ്ങിയില്ല. കാരണം മേ ബി ഇത് ഈ ഒരു ക്ലൈമറ്റിലാണെങ്കിലോ ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇങ്ങനെ കുറേ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു, റാബിറ്റിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ നമ്മുടെ ചെടികളൊക്കെ വെച്ച് കുറേ ഷേപ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അട്രാക്റ്റീവ് ആയിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ കഥകളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും ഇവിടെ ആയിരുന്നു. അപ്പം ഞാൻ എന്താ ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ അതിൽ ചാടി ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിലിരുന്ന് നാടൻ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ നാടൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുൾ ചുറ്റിക്കണ്ടു. അമ്മയും പപ്പനെയൊക്കെ അവരുടെ ഫേസ് കാണും പറയുണ്ടാവും. നല്ല രീതിക്ക് അവർ എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവറാണ് എനിക്കവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഫ്ലവർ കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ നൈറ്റ് ആയപ്പോൾ ഫുൾ ലൈറ്റ് ഇട്ടു. അടിപൊളിയായിരുന്നു ആ ഒരു വൈബ്. മോനെ പറഞ്ഞ തീരില്ല നമുക്ക്. അപ്പം അതൊക്കെ ചുറ്റി കണ്ടു. പിന്നെ നമ്മളിതാ ഈ ഒരു ഫ്ലവർ, അത് അടിപൊളിയായിരുന്നു. ഈ ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയത് നേരിട്ട് കാണാനൊക്കെ പ്രത്യേക ഭംഗിയാട്ടോ. അപ്പോൾ അതാ ഈ ഫ്ലാർക്ക് കണ്ടതും കാശിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ഒരു നൈറ്റ് ആയപ്പോൾ നമുക്ക് ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം അങ്ങനെ 4 പാട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ DJ ഉണ്ടായിരുന്നു. എല്ലാവരും ഫുൾ ഡാൻസായി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്ലേസിൻ്റെ ബ്യൂട്ടി ഏതൊരു ക്യാമറയിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം അത്രയും അടിപൊളിയാണ് നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോൾ. ഇതെങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ കുറേ പ്ലേസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. നമ്മൾ അൽഫാം മന്തിയാണ് കഴിച്ചത്. അപ്പം അടിപൊളി ഫുഡായിരുന്നു. അതിനുശേഷം പിന്നെ എല്ലാവരും ഡാൻസിങ് തുടങ്ങി. എല്ലാവരും പോകുമ്പോഴും നല്ല ഓണമായിരുന്നു, വരുമ്പോഴും അത്യാവശ്യം നല്ല ഓണമായിരുന്നു കേട്ടോ എല്ലാവരും. അതാ ഫുൾ ഇവരുടെയൊക്കെ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാടാ. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുമ്പോൾ വേറെ വൈബാണ്, ഫാമിലിയുടെ ഒപ്പം പോകുമ്പോൾ വേറെ വൈബാണ്. ഇവരെൻ്റെ ഫാമിലിയാണ്. കാരണം അത്ര അടിപൊളി വൈബായിരുന്നു. വല്ലപ്പോഴാണ് നമ്മളിങ്ങനെ കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു ഇവരുടെയൊക്കെ ഒപ്പം പോകുമ്പോൾ. അടിപൊളിയായിരുന്നു എല്ലാവരും. ഇപ്പോൾ മൂന്നാർ വ്ളോഗ് കഴിയുകയാണ്. ബൈ.